നമസ്കാരം. സ്വാമി വിവേകാനന്ദ ട്രസ്റ്റും അതിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സനാതന ഫൗണ്ടേഷനും കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് തൃശ്ശൂർ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. കഴിഞ്ഞ വർഷം സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് 162 വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായിട്ട് IAS പരീക്ഷ, IPS പരീക്ഷ, UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഫൗണ്ടേഷൻ കോഴ്സ്, അടിസ്ഥാനമായിട്ടുള്ള ആരംഭ കോഴ്സ്, ആരംഭ ഘട്ടത്തിൽ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒരു വർഷം നീണ്ടുനിന്ന ഒരു പരിശീലനം സൗജന്യമായിട്ട്, പൂർണ്ണ സൗജന്യമായിട്ട് സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് നടത്തി. 162 വിദ്യാർത്ഥികൾ അതിൽ സൗജന്യമായിട്ട് അവർക്ക് IASന് വേണ്ടിയിരുന്ന അടിസ്ഥാന പരിശീലനം ലഭിച്ചു. ഈ വർഷം അവർ സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് 163 കുട്ടികൾക്ക് ഇതേ തരത്തിലുള്ള സൗജന്യമായിട്ടുള്ള പരിശീലനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ 162, 163 എന്നുള്ള സംഖ്യ എടുത്തിരിക്കുന്നതെന്ന്. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ, വിശ്വപുരുഷനായ സ്വാമി വിവേകാനന്ദൻ്റെ 162ാമത്തെ ജന്മദിനം. അതുകൊണ്ടാണ് 162 കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരിശീലനം നൽകിയത്. ഈ വർഷം 163ാമത്തെ ജന്മദിനമാണ്. ഈ വർഷം എന്ന് പറയുമ്പോൾ 2026 ജാനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ 163ാമത്തെ ജന്മദിനം. അതിനോടനുബന്ധിച്ചാണ് ഈ 163 പേർക്ക് സൗജന്യമായിട്ട് ഇത്തവണ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെയോ മറ്റോ ചെറിയൊരു നാമമാത്രമായ ഫീസ്, നാമമാത്രമായ ചാർജ്, ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാഠപുസ്തകത്തിൻ്റെയോ മറ്റോ ഫീസ് എടുത്തുകൊണ്ടാണ് ഇത്തവണ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 163 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം 2026 ജാനുവരി 11, അതായത് സ്വാമി വിവേകാനന്ദൻ്റെ പിറന്നാളിൻ്റെ തലേ ദിവസം നടത്താനാണ് ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഈ നല്ല കാൽവയ്പിന് ഞാൻ എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. വളരെ നല്ലൊരു കാര്യമാണ് ട്രസ്റ്റ് ചെയ്യുന്നത്, സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്ക് ഇത് ഒരു മാർഗദിശയായിട്ടാണ് ഈ കോഴ്സ് നടത്തുക. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ, ഞാൻ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മോനെ നീ IASകാരനാകണം, നീ സിവിൽ സർവീസ് പരീക്ഷ എഴുതണം. അതേ ചെറുപ്പത്തിൽ തലയിൽ അത് കയറിയത് കൊണ്ടാണ് ഇന്ന് ഞാനൊരു IASകാരനായിട്ട് ഇരിക്കുന്നത്. കായിക രംഗത്ത് ഒരു ചൊല്ലുണ്ട്, ക്യാച്ച് ദം യങ്. ചെറുപ്രായത്തിൽ അവരെ പിടിക്കൂ, അവർക്ക് ട്രെയിനിങ് നൽകൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കായിക രംഗത്ത് മാത്രമല്ല, അത് ഇത്തരത്തിലുള്ള IAS പോലത്തുള്ള പരിശീലന രംഗത്തും അത് 100% അത് ശരിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മനസ്സ് IASലേക്കൊക്കെ തിരിച്ചു വിട്ടാൽ അത് നല്ല ശതമാനം കുട്ടികൾക്ക് അത് പരീക്ഷ പാസ്സാകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വരുന്ന ജാനുവരി 11 ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ കോഴ്സ്, ഈ ഫൗണ്ടേഷൻ കോഴ്സ് 163 പേർക്ക് ഏതാണ്ട് സൗജന്യമായിട്ട് ഉള്ള ഒരു വർഷത്തെ കോഴ്സിന് ഞാൻ എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ്, എല്ലാ നന്മകളും നേരുകയാണ്, എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. ഈ പഠിക്കാൻ പോകുന്ന 163 കുട്ടികളിൽ നിന്ന്, ഈ കഴിഞ്ഞ വർഷം പഠിച്ച 162 കുട്ടികളിൽ നിന്ന് കുറേ പേർക്ക് തീർച്ചയായിട്ടും IAS ലഭിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ഭാവുകങ്ങളും എല്ലാം പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ സർവശക്തൻ്റെ അനുഗ്രഹങ്ങൾ നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വിദ്യ പകർന്നു കൊടുത്താൽ നമ്മുടെ ജീവിതം ധന്യമാകുമെന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ജീവിതം ധന്യമാകും എന്ന് ഞാൻ എടുത്തു പറയട്ടെ. ആ ധന്യ മുഹൂർത്ത, ജാനുവരി 11 ധന്യമുഹൂർത്തത്തിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരും ക്ഷണിക്കുകയാണ്. ഈ വരുന്ന കുട്ടികളിൽ നിന്ന് കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും കളക്ടറായിട്ട് വരും, കേരളത്തിൽ തന്നെ കളക്ടറായിട്ട് വരും, വേണ്ട തൃശ്ശൂർ തന്നെ കളക്ടറായിട്ട് വരുമെന്ന് ഉറപ്പാണ്. അതിനുള്ള പ്രാർത്ഥനകൾ ഞാൻ സർവശക്തന് നേരുകയാണ്, സർവശക്തന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളും, പഠിച്ച 162 കുട്ടികളും, ഈ സ്ഥാപനത്തിനും എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, എല്ലാ പ്രാർത്ഥനകളും നേരുന്നുകൊണ്ട് ഇതൊരു വിജയമാകുമെന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മിസ്റ്റർ വിജയന് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു. അഡ്മിഷന് വേണ്ടി വിവേകാനന്ദ ട്രസ്റ്റിന്റെയോ സനാതന ധർമ്മ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെയോ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക.